നമ്മൾ അന്ന് ചെയ്യുന്ന ആ വോട്ടുകളുടെ ഒരു ചുരുക്ക കണക്കാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമ്മുടെ ഈ മാർക്ക്ഡ് കോപ്പി പ്രകാരം അല്ലെങ്കിൽ ഇലക്ട്രോറൽ റോൾ പ്രകാരം നമ്മുടെ ആ മുനിസിപ്പാലിറ്റിയിലെ ആ വാർഡിലെ അല്ലെങ്കിൽ ആ പഞ്ചായത്തിലെ ആ വാർഡിലേക്ക് എത്ര വോട്ടർമാരെയാണ് അസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള ചോദ്യം ഒന്നാമതുണ്ടാകും. രണ്ടാമത് ചോദിക്കും, നേരത്തെ പറഞ്ഞ രജിസ്റ്റർ ഓഫ് വോട്ടർ ഉണ്ടല്ലോ, ആ വോട്ടർ രജിസ്റ്റർ പ്രകാരം എത്ര വോട്ടർമാർ വന്നിട്ടുണ്ട്. ചിലപ്പം 600, 700, 800 ഒക്കെ വന്നെന്ന് വരാം. ഇങ്ങനെ സീരിയൽ നമ്പറിന്റെ ലാസ്റ്റ് നമുക്ക് കാണാം എത്ര വന്നു. അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത് ചോദിക്കുന്ന ചോദ്യം 35C ചട്ടപ്രകാരം വോട്ട് രേഖപ്പെടുത്താത്ത സമ്മതിദായകരുടെ എണ്ണം. വന്ന് രജിസ്റ്ററിലൊക്കെ എൻട്രി നടത്തി അങ്ങോട്ട് പോയപ്പോഴാണ് പറയുന്നത് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോയി. അങ്ങനെ മെഷീനിൽ വോട്ട് ചെയ്യാതെ എന്നാൽ വോട്ടേഴ്സ് രജിസ്റ്ററിൽ എൻട്രി വന്നിട്ടുള്ള ആളുകൾ, വോട്ട് ചെയ്യാതെ പോയവരുടെ എണ്ണം എഴുതണം. അടുത്ത നാലാമത്തെ ചോദ്യം 35B ചട്ടപ്രകാരം വോട്ട് ചെയ്യുന്നതിൽ നിന്നും മാറ്റി നിർത്തിയ സമ്മതിദായകരുടെ എണ്ണം. ആരെങ്കിലും പോളിംഗ് സ്റ്റേഷനിൽ വന്നിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് രഹസ്യ സ്വഭാവമൊക്കെ ബ്രീച്ച് ചെയ്യുന്ന, ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അവരെ നമുക്ക് വോട്ട് ചെയ്യിക്കാതെ പറഞ്ഞുവിടാം. അങ്ങനെ പറഞ്ഞുവിടുന്നവർ ഒരുപക്ഷെ വോട്ടേഴ്സ് രജിസ്റ്ററിൽ ചേർത്ത് കാണും, പക്ഷേ എവിടെ വോട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനൊരു വ്യത്യാസം വരും. വോട്ടേഴ്സ് രജിസ്റ്ററിൽ 1000 വന്നിട്ടുണ്ട്, പക്ഷെ ഈ കൺട്രോൾ യൂണിറ്റിൽ 995 ആയിരിക്കാം. ഒരു 5 പേരുടെ വ്യത്യാസം വരും. ഈ 5 പേരുടെ വ്യത്യാസത്തിലാണ് വോട്ട് ചെയ്യാതെ പോയത് 2 ഉണ്ടാകാം, വോട്ട് ചെയ്യിക്കാതെ പറഞ്ഞയച്ചവർ 3 ഉണ്ടാകും. അപ്പൊ ആ 995നോടൊപ്പം ആ 5 കൂടി ചേർത്ത് കഴിഞ്ഞാൽ 1000 വന്നു. നമ്മുടെ വോട്ടേഴ്സ് രജിസ്റ്ററുമായിട്ട് ടാലി ആകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം തൊട്ടടുത്തുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഹാജരായിട്ടുള്ള നമ്മൾ ഉപയോഗിച്ച പേപ്പർ സീലുകളുടെ വിവരങ്ങളും ഹാജരായിട്ടുള്ള ഏജന്റുമാരുടെ ഒപ്പും വാങ്ങിക്കഴിഞ്ഞാൽ എന്തായി? 24 എല്ലാരും കൂടെ ഒരുമിച്ച് 24 എന്ന് പറഞ്ഞു. ഈ 24 എത്ര എണ്ണം തയ്യാറാക്കണം? അറിയാവുന്നവരുണ്ട്, ദാസാറൊക്കെ പല ഇലക്ഷനും നടത്തിയിട്ടുള്ള എന്റെ മിണ്ടായിരിക്കുമോ. ഈ 24 എത്ര എണ്ണം തയ്യാറാക്കണം? ഇതാണ് വൈകുന്നേരം നമ്മൾ എഴുതി കൈ കുഴയുന്നത്. ഒന്നാമതും വാട്സപ്പിലൂടെ ടൈപ്പ് ചെയ്ത് എഴുത്തലും മറന്നുപോയിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ഒന്ന് എഴുതി പഠിച്ചു ഇനി കുറച്ച് ദിവസത്തേക്ക്. ഈ 24 എത്ര എണ്ണം തയ്യാറാക്കണം? ഇത് 15 എണ്ണമെങ്കിലും നമ്മുടെ ഈ ബുക്കിൽ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ സ്റ്റാറ്റ്യൂട്ടറി ഫോംസ് എന്ന് പറഞ്ഞ ബുക്കിൽ കാണും. അതെന്താ പറയാത്ത? ഈ 24 എത്ര എണ്ണം തയ്യാറാക്കണമെന്ന് ചുമ്മാ ഒരു അടി അടിച്ചു തരും. പറ. ഇത് 2 എണ്ണം തിരികെ മെഷീനോടൊപ്പം എവിടെ എത്തിക്കണം? റെസിപ്റ്റ് ബാക്ക് കേന്ദ്രത്തിൽ എത്തിക്കണം. അപ്പൊ 2 എണ്ണമല്ലോ. നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ 5 സ്ഥാനാർത്ഥികളുടെ ഓരോ ഏജന്റുമാരെന്ന് വെച്ച് 5 ഏജന്റുമാരുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കണം. അപ്പൊ എത്രയാ? 5 × 2 7. പിന്നെ ഒരെണ്ണം നമ്മുടെ കയ്യിൽ വെച്ചേക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരെണ്ണം തയ്യാറാക്കി വെച്ചേക്കുക. അങ്ങനെ 24A അത്ര എണ്ണം തയ്യാറാക്കണം. അക്കോർഡിംഗ് ടു പോളിംഗ് സ്റ്റേഷനിലെ ഏജന്റുമാരുടെ എണ്ണം അതിനനുസരിച്ച് മാറും. 2 എണ്ണം തിരികെ തരണമെന്നുള്ള കാര്യം അറിയാലോ. അങ്ങനെ 24A വേണം. ഈ 24A ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാം. അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. വോട്ട് എണ്ണുന്നതിന്റെ അന്ന് ഈ 24A ഇല്ല എങ്കിൽ വോട്ടെണ്ണൽ നടക്കൂല. ഈ 24Aയും ഈ കൺട്രോൾ യൂണിറ്റും കൂടിയാണ് കൗണ്ടിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ സമീപം വരുന്ന ഏജന്റുമാരിൽ അവരുടെ ഒപ്പുകൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കും. കാരണം നമ്മുടെ കൂടെ പോളിംഗ് സ്റ്റേഷനിൽ ഇരിക്കുന്നവർ തന്നെയാകും കൗണ്ടിങ്ങിന്റെ അന്ന് വരുന്നത്. അപ്പൊ ഇതിന്റെ താഴെ ഒപ്പിടാൻ സ്ഥലമുണ്ട്. വരുന്ന ഏജന്റുമാർക്കൊക്കെ ഒപ്പിടും. അവരെടുത്ത് നോക്കും ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ 4 സീലുകളില്ലേ, ആ സീലുകളിലും ഒപ്പൊക്കെ ഉണ്ടോ എന്ന്
അവർ നോക്കും. നമ്മൾ അവരുടെ ഒപ്പൊക്കെ വാങ്ങിയിരിക്കണം. അങ്ങനെ വാങ്ങിയാൽ വളരെ എളുപ്പമാകും. അപ്പൊ 24A കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെന്താ പറയുന്ന ചലഞ്ചഡ് വോട്ടിന് പ്രത്യേകമായ ഒരു ഫോം ഉണ്ട്. അതിനകത്ത് ചലഞ്ചഡ് വോട്ടിന്റെ എത്ര എണ്ണം വന്നു എന്നുള്ള വിവരങ്ങൾ അതിനകത്ത് എഴുതണം. 21A രജിസ്റ്ററിൽ അത് ചെയ്തു. ചലഞ്ചഡ് വോട്ട് വന്ന് അത് ചെയ്യിക്കുവാണ് എങ്കിൽ ആ വിവരം അതിനകത്ത് രേഖപ്പെടുത്തും. പിന്നെ എന്താണ് ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം വോട്ടേഴ്സ്. അങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഇനി ആവതൊന്നും ഇല്ലാതെ എടുത്തു പൊക്കിക്കൊണ്ടുവരുന്ന അങ്ങനെയുള്ള വോട്ടർമാരുണ്ടാകും, ഇൻഫേം വോട്ടേഴ്സ്. അവർ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കമ്പാനിയനെ അനുവദിക്കാം. അതാണ് അക്കാര്യം. അതിനുള്ള ഒരു ലിസ്റ്റാണ് ആ കാണുന്നത്. പിന്നെ എന്തുവാ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി. അത് ഒരു ഫോമാണ്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി എന്ന് പറയുന്ന ആദ്യമായിട്ട് ഇലക്ഷൻ വരുന്നത് ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോ ഡയറി എന്ന് പറഞ്ഞപ്പോ അവര് വിചാരിച്ച് നമ്മുടെ 2026 കിട്ടുന്ന ഡയറി ആണെന്നാ വിചാരിച്ചത്. അതല്ല. പിന്നെ എന്തുവാ ഇത്രേ ഉള്ളു. ഏതാണ്ട് 28 കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഡയറിയാണ്. ആ ചോദിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ ഡയറി ഫില്ലിംഗ് കംപ്ലീറ്റ് ആയി. പിന്നെയോ മഷി വേണമല്ലോ. എന്താണെന്ന് അറിയാലോ. എന്തായാലും വെള്ള ചുരിദാറിട്ട് കൊണ്ടുവന്നവരാരും ഇല്ലെന്ന് തോന്നുന്നു. മഷിയൊക്കെ സൂക്ഷിച്ചോണം. അതായത് ഇതേപോലെ ബ്ലാക്ക് ബ്ലൂ ഒക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മഷിയൊന്നും വീണ് നമ്മുടെ ഡ്രസ്സ് ചീത്തയാകൂല. ഇനി എന്തുവാണ് നമ്മള് പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ പോളിംഗ് സ്റ്റേഷൻ ഒന്ന് ഒരു പോളിംഗ് സ്റ്റേഷൻ ആക്കി മാറ്റണം. ചിലപ്പോൾ ഒരു സ്കൂളിന്റെ മുറിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈബ്രറി മുറിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിന്റെ ഒരു കെട്ടിട മുറിയായിരിക്കാം. അവിടെ നമ്മൾ എന്താക്കി മാറ്റണം? ഒരു പോളിംഗ് സ്റ്റേഷനാക്കി മാറ്റണം. അതിനുവേണ്ടി പോളിംഗ് സ്റ്റേഷന്റെ പരിധി കാണിക്കുന്ന ഒരു നോട്ടീസ് ഇതുപോലുള്ളത് നമുക്ക് തന്നിരിക്കും. അതിലെഴുതി പോളിംഗ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മൾ ഒട്ടിച്ചു വെക്കണം. എന്താണ്? ഫോറം N7 അറിയിപ്പ്. കാണാത്തവരെല്ലാരും കണ്ടോണേ. ഇതൊരെണ്ണം നമ്മൾ പോളിംഗ് സ്റ്റേഷന്റെ മുന്നിൽ ഒട്ടിച്ചു വെക്കണം. അതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടിയുണ്ട്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നമ്മൾ പോളിംഗ് സ്റ്റേഷന്റെ മുന്നിൽ ഒട്ടിച്ചു വെക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എഴുതാനുള്ള സ്ഥലം സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളൊക്കെ ആ ഫോൺ നമ്പർ 6 നോക്കി നമ്മൾ രേഖപ്പെടുത്തി ഇതുകൂടി ഒട്ടിച്ചു വെക്കണം. പിന്നെ പറയുന്നത് വോട്ടിംഗ് കമ്പാർട്ട്മെന്റ്. വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു കമ്പാർട്ട്മെന്റ് അറിയാലോ, അത് നമുക്ക് തരും. അത് അടിച്ചു വെക്കുക. പിന്നെ ആരോ ക്രോസ് മാർക്ക്, മെറ്റൽ സീല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അങ്ങനെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എവിടുന്ന് വാങ്ങി? ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് വാങ്ങി. എന്നിട്ട് വട്ടം കൂടിയിരുന്ന് നമ്മൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പൊ ചിലപ്പം പത്രക്കാരെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോട്ടോ എടുത്താൽ പിറ്റേ ദിവസം നമുക്ക് പത്രത്തിൽ വരാം. അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിറ്റേ ദിവസം. അപ്പം വേണ്ട രീതിയിൽ തയ്യാറായി വന്നോളുക. വട്ടം കൂടി ഇരിക്കുമ്പോൾ ക്യാമറമാർ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ പിറ്റേ ദിവസം അത് വരും. ആഫ്റ്റർ ഇതെല്ലാം സാധന സാമഗ്രികളുമായിട്ട് നമ്മൾ നേരെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ചേരണം. അത് നമ്മൾ നേരത്തെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു മറ്റു ക്ലാസ്സുകളിൽ. സ്വന്തം വണ്ടിയിലാണ് വന്നിട്ടുള്ളതെങ്കിലും നമ്മൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇട്ടിരിക്കുന്ന അനൗൺസ്മെന്റ് ഉണ്ടാകും. ഇന്ന റൂട്ടിലേക്കുള്ള വാഹനങ്ങൾ പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പെട്ടിയൊക്കെ എടുത്ത് ഈ പ്രമാണമൊക്കെ ആയിട്ട് നേരെ എവിടെ കയറുന്നു? വണ്ടിയിൽ കയറിയിരുന്ന് അങ്ങനെ ആലപ്പുഴയുടെ ഈ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങി കുട്ടനാടൻ പ്രദേശത്തിൽ പോകാൻ കുറച്ച് ഭംഗിയായിരിക്കാം. അങ്ങനെ നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. അങ്ങനെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക്, നേരത്തെ പറഞ്ഞ കണക്ക് 2 ഒട്ടിക്കാനുള്ള ഉണ്ടല്ലോ. പിന്നെ ഒരു സ്കൂളിന്റെ ക്ലാസ് മുറിയൊക്കെ ആണെങ്കിൽ ചിലപ്പം നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ടാകും.
അപ്പൊ അതൊക്കെ എന്തെങ്കിലും ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള ഫോട്ടോസ് വല്ലതും ആണെങ്കിൽ അതൊന്ന് മറച്ചു വെക്കണം. അല്ലെങ്കിൽ അഴിച്ച് താഴെ വെക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ എടുത്ത് ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോയൊന്നും താഴെ വെക്കാൻ ആരും പറയുന്നില്ല. ഈ ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റീസെന്റ് ആയിട്ടുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ അവിടെ ഇലക്ഷന് മത്സരിക്കുന്നവരോ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചിഹ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറച്ചു വെക്കുക. അങ്ങനെ ആ പോളിംഗ് സ്റ്റേഷൻ ഒന്ന് ക്രമീകരിക്കണം. മൂന്നാമത് പറയുന്നു. നാലാമത് പറയുന്ന ആ ഫോമൊക്കെ ഞാനിപ്പോ കാണിച്ചു തന്നായിരുന്നു. പിന്നെ പറയുന്നത് നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ അധികാര പരിധിയെ കുറിച്ചാണ്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് 100 മീറ്റർ ചുറ്റളവിലുള്ള അധികാര പരിധിയാണ്. അത് പറഞ്ഞപ്പോൾ വെള്ളം കുടിക്കുന്നു. 100 മീറ്റർ. പഞ്ചായത്തിലാണെങ്കിൽ 200 മീറ്റർ. ഇനി ഒരു മോഡൽ പോളിംഗ് സ്റ്റേഷന്റെ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ എങ്ങനെയാക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു മോഡലാണ്. ആ മുറിയിൽ ഒരു വോട്ടർ കടന്നു വരുമ്പോൾ ആദ്യം എത്തിച്ചേരേണ്ടത് ആരുടെ ടേബിളിലായിരിക്കണം? ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. കാരണം ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് തിരിച്ചറിയുന്നത് വോട്ടറെ. രണ്ടാമത് ഇരിക്കേണ്ടത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തിന് ഇച്ചിരി കൂടുതൽ പണിയൊക്കെ ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ 21A രജിസ്റ്ററിൽ ഒപ്പുവാങ്ങണം, എഴുതണം, അല്ലെങ്കിൽ വിരലടയാളം വാങ്ങണം, ആവശ്യമുണ്ട് എങ്കിൽ റിമാർക്സിൽ എന്തെങ്കിലും രേഖപ്പെടുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു വോട്ടേഴ്സ് സ്ലിപ്പ് കൊടുക്കണം. പിന്നെ കൈവിരലിൽ ചൂണ്ടുവിരലിൽ മഷി അടയാളം അത് കൊടുക്കണം. കിട്ടിയ കൈ വിരലിൽ മൊത്തം ഒന്ന് മഷി അടിച്ച് വിടണ്ട. കാണിക്കുന്നുണ്ട് അതിന്റെ ഒരു പടം. ആ നഖത്തിന്റെ മുകളിൽ നിന്നും ഇങ്ങനെ വരച്ചെന്ന് വിട്ടാൽ മാത്രം മതിയാകും. അങ്ങനെ ആ പോളിംഗ് സ്റ്റേഷൻ അറേഞ്ച്മെന്റിൽ മൂന്നാമത് ആരിക്കണം? തേർഡ് പോളിംഗ് ഓഫീസർ ഇരിക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ ഇത് മൊത്തം കാണുന്ന ഒരു രീതിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഇരിക്കണം. ഈ ഇരിക്കുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പോളിംഗ് ഓഫീസർമാരുടെ ബാക്ക് സൈഡിലായിട്ട് വിവിധ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് ഇരിക്കാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെ നമ്മൾ പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് മോക്ക് പോള് നടത്തണം എന്നാണ് പറയുന്നത്. തലേ ദിവസം മറ്റൊരു കാര്യം ചെയ്യാനുള്ളത്, പോളിംഗ് ഏജന്റുമാർക്കുള്ള പാസ് നമ്മൾ ഇഷ്യൂ ചെയ്യണം. അവരെ നിയമിച്ചുകൊണ്ട് ഫോൺ നമ്പർ 10 ഉള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറുമായിട്ട് വരും ഏജന്റുമാർ. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ വരും. സ്ഥാനാർത്ഥികൾ ഒപ്പിടുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ചീഫ് ഏജന്റുമാർ ഒപ്പിടുന്ന ആ ഫോം നമ്പർ 10 വരുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്പെസിമെൻ സിഗ്നേച്ചർ തന്നിട്ടുണ്ടാകും. അത് വെച്ച് പരിശോധിച്ച് നോക്കിയിട്ട് ഏജന്റുമാർക്ക് പാസ് ഇഷ്യൂ ചെയ്യുക. ഒരു പാസ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പാസിലൂടെ ആ ഒരു ഏജന്റിനും അകത്തിരിക്കാം. അയാൾ പുറത്തോട്ട് പോകുമ്പോൾ മറ്റൊരാൾ പകരക്കാരനായിട്ട്, അങ്ങനെ 2 പേര് പകരക്കാരനായിട്ടും ഒരാൾ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ആളുമായിട്ടാണ് 3 പേരാണ് അങ്ങനെ ഇരിക്കാൻ കടന്നു വരുന്നത്. ഒരാൾക്ക് ഒരു സമയം ഒരാൾ മാത്രം എന്നുള്ള നിലയിലാണ് ഇരിക്കേണ്ടത്. ഇതുവരെയാണ് എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ളത്.